അറിവിലേക്ക് ഒരു അതിഥി എന്ന ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിന്ന് പയർ നടാൻ പോവുകയാണ്. പയർ നടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇത് വണ്ടിയുടെ ടയറാണ്. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കൂടെയൊക്കെ കാറൊക്കെ ഉണ്ടല്ലോ, സുപരിചിതമാണല്ലോ. ആ ടയർ പഞ്ചറായി കഴിയുമ്പോൾ നമ്മളിത് വേസ്റ്റായിട്ട് കളയാതെ ഇത് കൊണ്ടുവന്ന് നടുവാണ്. പയർ നടാനായിട്ട് ഉപയോഗിക്കാൻ നന്നായിട്ട് ഇതിൻ്റെ ഈ സൈഡിന് വഴിയൊക്കെ ചകിരിയാണ് ആദ്യം ഒരു ലെയർ ഇങ്ങനെ കൊടുക്കുന്നത്. ചകിരി കൊടുക്കണം. ആദ്യം അല്പം മണ്ണിട്ടു. ഇത് മണ്ണും ചാണകവും എല്ലാം കൂടി ഇട്ട് അത് കഴിഞ്ഞ് ചകിരിച്ചോറ് ഇടുവാണ്. ഈ ചകിരിച്ചോറ് ഇട്ട് കഴിഞ്ഞ് ഇങ്ങനെ ചകിരിച്ചോറ് ഇടണേ. എന്നിട്ട് ഈ ടയറിൻ്റെ അകത്തേക്ക് ഈ ചകിരിച്ചോറൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ കയറ്റി വെക്കണേ. കയറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര വേനലായിരുന്നാലും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണുപ്പ് ഇതിൻ്റെ അകത്ത് നിന്നോളാം. അതായത് ഇതിൻ്റെ പ്രത്യേകത. ഈ ഗ്രേ ബാഗൊക്കെ നടന്നേക്കാളുമൊക്കെ നടന്നേക്കാളൊക്കെ നന്നായിട്ട് ഇതുണ്ടാകും. ഇങ്ങനെ വെച്ചിരുന്നാൽ ഇതിൻ്റെ ഈ സൈഡിന് വഴിയല്ല ഈ ചകിരിച്ചോറ് ഇങ്ങനെ കയറ്റി വിട്ടെന്നാൽ വെള്ളം ഒഴിക്കുന്ന അതിൻ്റെ ഈർപ്പം കൂടുതലായിട്ടും ഇതിൻ്റെ അകത്ത് നിൽക്കും. അത് കഴിഞ്ഞ് ഒരു ലെയർ മണ്ണിട്ടു. അത് കഴിഞ്ഞ് ഒരു ലെയർ ചകിരിച്ചോറ്, ഇനി മണ്ണ് ചാണകവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതങ്ങ് ഇടുവാണ്. ഈ നമ്മൾ ഈ കളയുന്ന ഈ ടയറൊക്കെ ഈ എവിടെയെങ്കിലും കിടന്നാൽ ഇത് കൊതുക് ഉണ്ടാകും. വെള്ളം കെട്ടി കിടന്ന് കൊതുകൊക്കെ ഉണ്ടാകും. അതിനേക്കാളും ഒക്കെ നല്ലതാണ് ഇതിങ്ങനെ പച്ചക്കറിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. വെറുതെ കളയുന്നതാണ്. അത് നമുക്ക് ഒരുപാട് ഉപകാരമുള്ളതാണ്. നന്നായിട്ടുണ്ടാകും ഇതിൻ്റെ അകത്ത്. ഞാനിപ്പോൾ പല പ്രാവശ്യം ഇതിൻ്റെ അകത്ത് കൃഷി ചെയ്തു. എന്നിട്ടൊന്നും ഇതിങ്ങനെ കാണിക്കാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ഇതെങ്ങനെയാണ് ഇത് നിറയ്ക്കുന്നതെന്ന് പരിചയപ്പെടുത്തി തരുവാണ്. എല്ലാവർക്കും ഇതുകൊണ്ട് ഉപകാരം ഉണ്ടാകണം. ഇതിങ്ങനെ നന്നായിട്ട് നിറച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരുപാട് മണ്ണും ചകിരിയൊന്നും വേണ്ട. പിന്നെ നമ്മൾ ഗ്രവായിലൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഇത് ഒത്തിരി കട്ടയായിട്ടൊക്കെ പോകും. ഇതിങ്ങനെ കട്ടയായി പോകത്തില്ല ഈ ചകിരിയൊക്കെ കിടക്കുന്നുണ്ട്. അതുമല്ല ബാക്കി വെള്ളമൊക്കെ താഴെക്കൂടെ പോയി കഴിയുമ്പം ആവശ്യമില്ലാതെ മണ്ണൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അല്പം കുറേശ്ശെ മണ്ണ് കുറച്ച് നാൾ കഴിയുമ്പോൾ കുറേശ്ശെ മണ്ണ് ഇതിന് അത്യാവശ്യത്തിനുള്ള മണ്ണിട്ട് കൊടുത്താൽ മതി. നല്ല തണുപ്പ് നിൽക്കുന്നതാണ്. ഇനി ഞാൻ ഇത് പയർ നടുവാണേ. ഇത് പയർ നട്ടു. ഇത് നന്നായിട്ട് വിളവൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ പയർ നട്ടിരിക്കുന്നതാണ്. പയർ നട്ടിരിക്കുകയാണ്. ഇത് ഒരു അടുക്കളത്തോട്ടമാണ്. ഇത് പയർ നട്ടു. ഇത് നന്നായിട്ടും പയറുണ്ടാകും. അതുപോലെ തന്നെ പയർ മാത്രമല്ല കേട്ടോ, തക്കാളിയും വെണ്ടയും എല്ലാം നടുന്നത്. നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉള്ളത് അല്ല നമുക്കൊക്കെ. അന്നേരം തക്കാളിയും വെണ്ടയും എല്ലാം നടാൻ ഈ ടയർ വളരെ ഉപകാരമുള്ളതാണ്. ഇതുണ്ട് തക്കാളി നട്ടിരിക്കുന്നുണ്ട്. 1 മാസം കഴിഞ്ഞേ ഉള്ളൂ ഈ തക്കാളി നട്ടിട്ട്. ഈ തക്കാളി പാകി ഇവിടെ പറിച്ച് വെച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഇത് പൂവായേ. കണ്ടോ, തക്കാളി പൂവായി. ഇത് നന്നായിട്ട് കായ്ക്കും. ഇവിടെ അല്പം വളമൊക്കെ ഇട്ട് കൊടുത്തെന്നാൽ മതിയേ. വളം ഇട്ട് കൊടുത്താൽ നന്നായിട്ട് ഇതുണ്ടാകും. എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണേ. ഇത് പൂച്ചെടി ആയിരുന്നാലും ഇങ്ങനെ നട്ടാൽ മതി കേട്ടോ. എന്താ പൂച്ചെടി നമ്മൾ നട്ടിരിക്കുന്ന അതും ഇങ്ങനെ നട്ടിരിക്കുകയാണ്. നമ്മുടെ മുറ്റത്ത് ഈ വേസ്റ്റായി പോകുന്ന ഈ പള്ളയൊക്കെ കൂടെ വേസ്റ്റായി പോകുന്ന അടിച്ചു വാരുന്നതൊക്കെ കൂടെ നമുക്ക് ഇട്ട് അത് മണ്ണായി കഴിയുമ്പം ജൈവവളമായിട്ട് നമ്മൾ ഇട്ടാൽ മതി. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ഇതിന് വളം ചെയ്യേണ്ടേ. ഇതൊക്കെ ഞാൻ പൂച്ചെടി നട്ടിരിക്കുന്നതാണ്. എല്ലാം പൂച്ചെടി നട്ടിരിക്കുകയാണ്. ഇത് ഈ ടയറിൻ്റെ അകത്തൂടെയൊക്കെ വളരെ മനോഹരമായി ഇത് കാണാനും. നമുക്ക് നല്ല സന്തോഷം തോന്നി ഇതിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ. ഇതാണ് എൻ്റെ അടുക്കളത്തോട്ടം. ഇത് ഈ വെണ്ടയൊക്കെ കായ്ച്ച് തീർന്നു കേട്ടോ. നന്നായിട്ട് കായ്ച്ച് തീർന്നതാണ് ഈ വെണ്ടയൊക്കെ. അത് എല്ലാവരും ഇതുപോലെയൊക്കെ ടയറൊക്കെ കിട്ടുമ്പോൾ പ്രയോജനപ്പെടുത്തണം കേട്ടോ. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.